അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അയൽവാസിയുടെ വീട്ടിൽ നല്ല ഒച്ചപ്പാടും ബഹളവുമാണ്. എല്ലാം കേട്ടുകൊണ്ട് അതാ റജിനത്ത കരഞ്ഞിരിക്കുകയാണ്. റജിനത്താക്ക് അത് വല്ലാത്ത മനസ്സിൽ ഒരു ഷോക്കായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അതെ, താൻ ആറ്റുനോറ്റി ഉണ്ടാക്കിയ കല്യാണമായിരുന്നു സൗദിയുടെയും നവാസിൻ്റെയും. പക്ഷേ അവർ ഇങ്ങനെയുള്ള ചതി ചെയ്യുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഉമ്മങ്ങളെന്തിനെ കരഞ്ഞിരിക്കണത്? അവരെന്തേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ? മോളെ, ഞാനാണ് ഇതിന് മുൻകൈ എടുത്തത് ഈ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒക്കെ ആയപ്പോൾ അവർ വന്ന വഴി മറന്നു. മോളെ, ചെയ്യാൻ പാടില്ലല്ലോ അത്. മക്കൾ റജിനത്തെ ആശ്വസിപ്പിക്കുമ്പോൾ റജിനത്ത് പറഞ്ഞു, എന്നാലും എൻ്റെ നവാസ്, എൻ്റെ മോന് പാവാണ്. ഓൻക്കുള്ള റബ്ബ ഈ ഒരു ഗതി വന്നത്. ഉമ്മ, ഓലെന്തായിക്കോട്ടെ, അവരങ്ങനത്തെ ആൾക്കാരല്ലേ? അല്ലടി, അങ്ങനെ ഒന്നല്ലായിരുന്നു. ആ സൗദയൊക്കെ നല്ല പെണ്ണായിരുന്നു. നിങ്ങൾക്ക് അറിയണല്ലേ, ഇവിടെ വരുമ്പോൾ എല്ലാ ജോലി ചെയ്യലും കാര്യങ്ങളൊക്കെ ഓളന്നല്ലായിരുന്നു ചെയ്തിരുന്നത്. അതൊരു നോമ്പൊക്കെ വരുമ്പോൾ ഓളെ വിളിച്ച നല്ലോണം വെടുപ്പും വൃത്തിയാക്കി തരുമായിരുന്നു. നിങ്ങൾ പറയല്ലോ, അവരെ ക്ലീനിങ്ങിന് ഓലെ വിളിച്ചോളൂ ഇവരെ വിളിച്ചോളൂ, എന്തൊക്കെ തന്നെയായാലും ഓള് വന്നുകാണ്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തിയായിരുന്നു എന്നോ. ഉമ്മ, നിങ്ങളിനി കഴിഞ്ഞൊന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞു പോയി. അന്ന് സൗദത്ത് നല്ലതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ടുമ്മ. അത് ഓർക്ക് പൈസയെ കൂടി ഇപ്പോൾ അഹങ്കാരം കൂടിയതുകൊണ്ടായിരിക്കും. ഉമ്മ, ഞാൻ പറയണ്ട. എന്നാലും എൻ്റെ മോളെ, എന്നാലും എൻ്റെ നവാസ് എങ്ങനെയാണ് ഓൽക്കുന്നാ? അതെ, ഓൽക്ക് വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് ഇടണം, ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്ന് വരെ പറഞ്ഞിരുന്നത്രേ. ആർക്കറിയാം അള്ളാഹു ആലും എന്തൊക്കെ അയക്കണം എന്നുള്ളത്. കാരണം ഓലെ ബാപ്പ വേറല്ലേ, അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതമാർഗത്തിനൊരു ഷോപ്പ് ഇട്ട് കൊടുക്കണം അങ്ങനെ വരെ പറഞ്ഞിരുന്നു എന്നൊക്കെ ഇതാ പറഞ്ഞ് കേൾക്കണ്. ഏതായാലും എന്തൊക്കെയാവും. എന്നാലും ഇപ്പോൾ ഓരിപ്പോൾ എങ്ങനെയാണ് അവൻ ചിലവ് ചെയ്യണത്? എത്ര സ്ഥലം വാങ്ങിയിട്ടേക്കണ്? വരുമാനമുള്ള സ്ഥലമൊക്കെ ഒരു കുറഞ്ഞ വിലക്ക് കിട്ടിയതൊക്കെ വാങ്ങിക്കണം. ആ കുഞ്ഞിക്കദ്ദേഹത്ത് എന്താ സാധനം എന്നോ, മരുക്കളെ പൈസ കൊണ്ട് നല്ലോണം മുതലാക്കിക്കണേ. ഇപ്പോൾ എന്ത് സുഖം ഓൽക്ക് വരുമാനത്തിന് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനി കട ഉണ്ടോ ഇല്ലേ ആർക്കറിയാം, ഞമ്മക്കറിയില്ലേ. എന്തായാലും മാണ്ടില്ല. എന്നാലും ഇപ്പോൾ ആ സൗദ ചെയ്ത പണിയാണ് ശരിക്കും. അത് റജിനത്തെ പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു. പൊന്നാരുമ്മേ, നിങ്ങൾ ഞാൻ പറയല്ലേ, അത് ഓരോരുത്തരും അങ്ങനെ ആയിപ്പോണിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? ഓരോ ഇഷ്ടം ജീവൻ തിരഞ്ഞെടുത്തു, നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? എന്നാലും എൻ്റെ നവാസ് എത്ര ആകാംക്ഷയോടെയായിരുന്നു ഓളെ കല്യാണം കഴിച്ചത്. എന്തോ ഒരു നല്ല കുട്ടിയായിരുന്നു. ഓൾ ആയി തീർന്നാണ് ആലോചിക്കുന്നത്. റജിനത്ത് സങ്കടപ്പെടുമ്പോൾ മക്കൾ ചീത്ത പറഞ്ഞു. ഇനി ഉമ്മ അതിനെക്കുറിച്ചൊരു വാക്കുകൂടെ മിണ്ടി പോരുത്. എപ്പോഴൊരു സൗദ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലേടേ, ഓൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, അതാണ് സങ്കടേ. അത്രയും നല്ലൊരു പെണ്ണായി തീർന്നാണ് ഉമ്മ. അതൊക്കെ ഇബ്ലീസ് എപ്പോഴും മനുഷ്യന്മാരെ ഭയപ്പിക്കാനൊക്കെ കൂടെ ഉണ്ടാകും എന്ന് കരുതി എന്നും ഒരാൾ നല്ലതാണെന്നൊന്നുമില്ല. ഉമ്മ എന്താ അതിനെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കണത്? മക്കളുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും അവൾക്കും തോന്നി, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കുറേ പറഞ്ഞിട്ടിപ്പോൾ എന്താ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോകേണ്ടടുത്ത് അത് പോയി. അല്ലെങ്കിലും നല്ല നീളം നിൽക്കൂലെന്നൊക്കെ പറഞ്ഞേക്കാം. നല്ല മട്ടത്തിലായിരുന്നു, നീളം നിന്നീരല്ലോ. ഏതായാലും എൻ്റെ നുസി ഓളന്നെ കേട്ടോ പെണ്ണ്. ആ പാവപ്പെട്ട ആ ചെറ്റക്കുടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന ഓള്. എൻ്റെ റബ്ബേ, ആദ്യത്തെ ഭർത്താവിൻ്റെ പീഡനങ്ങളെ മുഴുവൻ സഹിച്ചിക്കണ്. എന്നിട്ടിപ്പോൾ എന്തായി? അതെ, ക്ഷമിച്ച് സഹിച്ചു നിന്നു. എന്നിട്ട് ഐഷമ്മ പറഞ്ഞല്ലടി, മൂത്തമ്മ പറഞ്ഞാണ്, മോളെ ആ പൊയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് പോകണില്ലായിരുന്നു. ഉമ്മാനെ നോക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. പൊടു ലാസ്റ്റ് എന്തായി? ഷമ്മാസ് ഓളെ കണ്ട് ഇഷ്ടപ്പെട്ട്, ഉമ്മ ഇജാബിട്ടൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിക്കണം, എനിക്ക് ഓളെ മതി എന്ന് പറഞ്ഞു. പിന്നെ അല്ല അറിഞ്ഞത് ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത്. എങ്ങനെ ഉണ്ട് തന്നെ പഠിച്ചവൻ്റെ കളി. അതാണ് നമ്മളെ ഒരിക്കലും അഹങ്കരിക്കാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ക്ഷമയുടെ അങ്ങേയറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു കണ്ടറിഞ്ഞ അനുഗ്രഹങ്ങൾ തരും. അതിന് ഉത്തമ ഉദാഹരണമാണ് നുസൈബ. നിങ്ങളൊക്കെ കണ്ടു പഠിച്ചോളി, കേട്ട് പഠിച്ചോളി. ആ കുട്ടി ക്ഷമയുടെ പര്യായമാണ്. ഇപ്പോൾ എന്തായി? ഡോക്ടറാണ് നിൽക്കണ പോള്. ഡോക്ടറാണ്. ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടേക്കണ്, ഐഷുമാൻ്റെ പ്രിയപ്പെട്ട മരുമകൾ. അങ്ങനെ എല്ലാ രീതിയിലും അതാണ് മക്കളെ കുരുത്തും പൊരുത്തും. അത് എല്ലാവർക്കും കിട്ടൂല, അതതിനനുസരിച്ച് നിൽക്കണോൽക്ക് തന്നെ കിട്ടുള്ളൂ. ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ കുരുത്തും പൊരുത്തും കിട്ടും. അതിപ്പോൾ നമ്മളെ മാതാപിതാക്കളാണെങ്കിലും ശരി, ഉസ്താദന്മാരാണെങ്കിലും ശരി, അധ്യാപകരൊക്കെ തന്നെ ആയാലും ശരി, പ്രായമായാലും ഓലെ നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ ആദരിക്കണം. അവർ പറഞ്ഞ് കുറച്ചൊക്കെ നിന്നെടുക്കണം. കുറച്ച് കയ്പുണ്ടാവും. കേട്ടിട്ടില്ലേ, ആദ്യം കഴിക്കും, പിന്നെ പുളിക്കും, പിന്നെ മധുരിക്കും. ആദ്യം പോലെ നമ്മൾ ഉപദേശിക്കുമ്പോൾ
എന്തിനാ എന്നെ ഉപദേശിക്കാൻ വന്നെ, അങ്ങനെ ഇങ്ങനെ പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, ആ ഓല് പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത്. പിന്നെ അവസാനം എന്താവും, മതിരിക്കും. അന്ന് ഉമ്മ അങ്ങനെ പറഞ്ഞത് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നല്ലതായി. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിട്ടുണ്ടാവും. അതാണ് സംഭവം. നമ്മൾ മാതാപിതാക്കളൊന്നും നമ്മളൊരിക്കലും വേണ്ടാത്ത രീതിയിൽ നമ്മളൊന്നും പറയില്ല. അവരൊക്കെ നല്ല കണ്ടിട്ടേ ചീത്ത പറയുള്ളൂ. മക്കളെ കരുതിക്കോളി. ക്ഷമയുടെ പര്യായം നുസൈബ. ഓൾക്ക് എന്ന ബർക്കത്ത് പഠിച്ചവൻ കൊടുത്തും ചെയ്തിക്കണം. പൊന്നാര മക്കളെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേർപിരിയാണെങ്കിൽ തന്നെ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ റബ്ബേ, ആ കുഞ്ഞിനായിരിക്കും ആ വേദന മുഴുവന്. ഇന്നലെ മിഞ്ഞാന്നിട്ടൊരു ന്യൂസ് കണ്ടു പൊന്നു മക്കളെ. അത് എന്താണെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ ഓല് വേർപിരിയാണ്. ചെറുപ്രായക്കാരാണ്. അതെ, അതിൽ 5 വയസ്സുള്ള ഒരു മോനുണ്ട്. എന്നാൽ ആ മോന് ഉപ്പാൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഉപ്പാൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉപ്പ എടുത്ത് നിൽക്കുകയാണ് അവന്. ഒരിക്കൽ പോലും ആ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അല്ലെങ്കിലും പല മക്കളും ഉപ്പമാരുടെ അടുത്താണല്ലോ നിൽക്കുക അല്ലേ? എന്നാൽ പോകുന്നില്ല. അങ്ങനെ അവസാനമായിട്ട് ആ ഡൈവേഴ്സ് നോട്ടീസിലും ഒപ്പിട്ട് അത് ഭർത്താവ് അവളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. എന്നാൽ അതിൽ വന്ന വിധി എന്താണെന്ന് വെച്ചാൽ, കോടതി വിധി ആ കുട്ടിക്ക് ഉമ്മയുടെ കൂടെ പോകാമെന്നുള്ളതാണ്. പക്ഷേ പൊന്നു മക്കളെ, ആ കുട്ടി എത്രയൊക്കെ തന്നെ പിടിച്ചു വലിച്ചിട്ട് ഉപ്പാൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല. ഇല്ല, പിടിച്ചു വലിച്ചിട്ടും ഉപ്പ എന്ന് പറഞ്ഞ് കരയാണ്. അദ്ദേഹം വിതുമ്പി കരയാണ്. അത് അവർ ഡൈവേഴ്സായി പോവാണ്. എന്നാൽ ഉമ്മയും ഉപ്പയും തെറ്റും. അതിനിടയിൽ ഒരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ മക്കൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും. എന്നാൽ കുഞ്ഞിനെ അവൾ പിടിച്ച് വലിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതെ, പക്ഷേ ആ കുഞ്ഞ് കൂട്ടാക്കുന്നില്ല. പിതാവിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ആ കുട്ടി ഭയങ്കര കരച്ചിലാണ്. കാരണം ആ പിതാവിൻ്റെ നെഞ്ചിൽ കിടന്നിട്ടായിരുന്നു അവന് ഉറങ്ങാറുണ്ടായത്. ഉമ്മയും ഇപ്പയും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പൊന്നു മോനെ ഉമ്മയുടെ കൂടെ പോകാനുള്ള വിധിയാണ് വന്നത്. പക്ഷേ ഉമ്മ എല്ലായിരുന്നു ആ കുട്ടിയെ നോക്കിയത്, ഉപ്പയായിരുന്നു. ആ വിതുമ്പുന്ന ചുണ്ടുകളോടെ, വേദനിക്കുന്ന ഹൃദയത്തോടെ ആ പിതാവ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആ രംഗം നോക്കി പൊട്ടിക്കരയുകയായിരുന്നു എന്നാ. ശരിക്കും ഉണ്ടായ സംഭവമാണിത്. ഇതൊരിക്കലും ഇല്ലാത്ത കഥയല്ല. മക്കളെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ കാണേണ്ടതായിട്ട് വരും. മക്കളെ, ശരിക്കും റജിനത്തെ പറഞ്ഞ വാക്കുകൾ കേട്ട് മക്കളെ കണ്ണീർ വാർത്തു. എന്നാൽ സൗദിയുടെ വീട്ടിൽ ഒച്ചപ്പാടും ബഹളും ഭയങ്കര തിരക്കും എല്ലാം ആണ്. ഉമ്മ, ഇത്രയ്ക്കും വലിയ കല്യാണമൊക്കെ ആവുമോ? അറിയില്ല മക്കളെ. പണം ഏറിക്കഴിഞ്ഞാൽ നിലത്തൊന്നും ആരും നിൽക്കൂരല്ലോ. പടച്ച റബ്ബ് കാക്കട്ടെ. എന്തായിത്തീരും ആർക്കറിയാം. എന്നാൽ ഈ സമയം ഹസീന മണവാട്ടിയെപ്പോലെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് എല്ലാവരും പറയുന്നു, എടി നീയാണ് മണവാട്ടി, നിന്നെ കണ്ട് നീ എന്നെ വിചാരിക്കുള്ളൂ. പലരും അത് പറയുന്നു. എല്ലാം കേട്ടുകൊണ്ട് സൗദ മുകളിലത്തെ റൂമിലാണ് അവൾ ഇപ്പോൾ. എന്നാൽ ഉമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ട്, സൗദ വേഗം ഒരുങ്ങിക്കൂട്, വേഗം മാറ്റിക്കൂട് എന്നൊക്കെ. ആ രാത്രി പാതിരാത്രിയാകുന്നു. സമയം ഒരുപാടങ്ങ് വൈകി പോകുന്നു. എല്ലാവരും ഒന്ന് ചായാൻ വേണ്ടി പലയിടത്തുമായി സ്ഥലം പിടിക്കുന്നു. ആ വീട്ടിൽ രാത്രി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരാൾക്കും ഒന്നും അറിയുന്നില്ല. അതെ, സൗദ അവൾ ഹിജാബ് ധരിക്കുകയാണ്, പർദ്ദ ധരിക്കുകയാണ്. ആളുകൾക്കിടയിലൂടെ വെറുതെ അങ്ങ് പോയാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടവരെ ആരും ശ്രദ്ധിക്കില്ല. അവൾക്ക് അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളെടുത്ത് അവൾ ആ ഒരു പർദ്ദയും അണിഞ്ഞുകൊണ്ട് ശരിക്കും ആളുകൾക്കിടയിലൂടെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. വല്ലാതെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അറിഞ്ഞെങ്കിൽ തന്നെ അത് കല്യാണത്തിന് വന്നവർ തിരിച്ചു പോവുകയാണെന്ന് വിചാരിക്കുള്ളൂ. അങ്ങനെ സൗദ ആ പാതിരാത്രിയിൽ വീട് വിട്ടിറങ്ങുന്നു. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി തൻ്റെ രംവാസ്ക കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു കൊട്ടാരം പോലുള്ള മനോഹരമായ ആ വീട്. റബ്ബേ, എന്തിനായിരുന്നു ഇത്? എനിക്ക് പോലും ജീവിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അത് ഞാനായിട്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെടുത്തി എന്ന് പറയാം. എൻ്റെ ഭർത്താവ് പറഞ്ഞത് കേട്ട് ജീവിച്ചിരുന്നെങ്കിൽ എനിക്കിതൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പോഴതിന് പുതിയ അവകാശികളായി. തൻ്റെ അനിയത്തി ഒട്ടും കൊള്ളാത്തവൾ. അതെ, ബാക്കിയുള്ള അനിയത്തിമാർക്ക് അതൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ
വലിയ അനിയത്തിയുടെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറുമെന്നും വിചാരിച്ചില്ല. അവർക്ക് ഞാനൊരു ശല്യമാണ് ഇവിടെ. അതെ, ഒരാൾക്ക് ശല്യമാകാതെ അവിടെ നിന്ന് കണ്ട് ഇറങ്ങന്നെ. അതെ, അത് മരണത്തിലേക്കായാൽ ഏറ്റവും നല്ലത്. അവൾ അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ അവിടെ കളിചിരിയും ഒച്ചപ്പാടും ബഹളവും എല്ലാം. ആ രാത്രി അവൾ പോയത് ആരും അറിഞ്ഞില്ല. പിറ്റേന്ന് അതാ രാവിലെ എല്ലാവരും കല്യാണ വീട്ടിൽ എത്തിത്തുടങ്ങി. എല്ലാവരുടെയും ഒച്ചപ്പാടും ബഹളവും ഫുഡുണ്ടാക്കുന്നവരുടെ തിരക്കും എല്ലാം കൂടിയായിട്ട് ഉമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ വേഗം ഓരോരുത്തരാണ് കുളിച്ചുകൂടി, എന്നാൽ അതൊക്കെ കഴിഞ്ഞോളല്ലോ എല്ലാവരും വരുമ്പോത്തിനെ. അസീന, താത്തനോട് കുളിച്ച് മാറ്റാൻ പറഞ്ഞ. ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ, ഉമ്മാക്ക് എന്തപ്പോൾ താത്താനെങ്ങനെ മാറ്റിക്കണമെന്ന് വലിയത്? താത്ത മാറ്റിക്കോളൂല്ലേ? ആ, അന്നയാളോടെ കാണാൻ വരുന്നത് ഇജ്ജിങ്ങനെ കുളിച്ചൊരുങ്ങി മാറ്റി നിൽക്കണ്ടല്ലോ. ഇതേതാ ഡ്രസ്സ്? അതൊക്കെ ഉണ്ട് ഉമ്മ. താത്താൻ്റെ കല്യാണത്തിന് കുറച്ചൊക്കെ നമ്മൾ അണിഞ്ഞൊരുങ്ങണ്ടേ. ഓളെ പോയി വിളിച്ച, മുകളിൽ പോയി വിളിച്ച. എന്തിനാണ് താത്ത ഇറങ്ങി വരൂലേ? ഒരു പക്ഷേ ഹസീന അറിഞ്ഞിട്ടുണ്ടാകുമോ സൗദ പോയത്? അവൾ പറഞ്ഞതായിരിക്കുമോ സൗദയോട് ഇറങ്ങിപ്പോകാൻ? ഒന്നും അറിയുന്നില്ല. ഉമ്മ ഇതൊന്നും അറിയാതെ വീണ്ടും, എൻ്റെ പൊന്നാര പെണ്ണെന്ന് വിളിച്ചു നോക്കിച്ച് എത്ര നേരമായി. അതിൻ്റെ റബ്ബ് എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് എത്തും. ഉമ്മ, എന്തിനാണ് താത്താക്ക് ഇഷ്ടമില്ലാത്ത ഓരോ പരിപാടിക്ക് നിങ്ങൾ നിൽക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇജ്ജ് വേണ്ടാത്തി നിൽക്കണ്ട, പോയി വിളിച്ചോട്. എന്നാൽ സൗദയുടെ ഉമ്മ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. ഇവിടേക്കൊന്ന് കയറാൻ വയ്യ, ലിഫ്റ്റ് വെക്കണം, അല്ല കയറാൻ കഴിയൂല. അമ്മക്ക് ഒന്നാം തട്ടത്തിന് മേൽക്കിങ്ങോട്ട് ലിഫ്റ്റാണല്ലോ, അതിനിപ്പോൾ എന്താ, പൈസ ഉണ്ട് എന്തും ആവാലോ. മുകളിലത്തെ റൂമിൽ കയറി ഉമ്മ നോക്കി. സൗദ, ഈ പമ്പർന്നോളത് എവിടെ പോയി കിടക്കുക? സൗദ ഓരോ റൂമും മുട്ടി വിളിച്ചു. അതിലൊക്കെ ആരൊക്കെയുണ്ട്? സൗദ, എവിടെ സൗദ? ഓള് ബാത്റൂമിലാണെന്ന് തോന്നുന്നു. എന്നാൽ ഹസീന, ഇത്താത്ത ബാത്റൂമിലായിരിക്കും. അല്ലാപ്പം എന്താ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ താത്ത മാറ്റില്ലേ? മാറ്റണ്ട, അങ്ങനെ മതി. എന്തപ്പോൾ അയ്യരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ അതാ എല്ലായിടത്തും സൗദയെ തിരയുകയാണ് ഉമ്മ. കാണുന്നില്ലല്ലേ ഈ പെണ്ണിനെ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? റബ്ബേ, വല്ലാത്തൊരു പുതുമന്നെ. ഹസീന എവിടെയാണ്? ഒന്ന് പോയി നോക്ക്. ഹസീനയും എല്ലായിടത്തും തിരയുകയാണ്, പക്ഷെ കാണുന്നില്ല. എത്രയായിട്ടും ഉമ്മ, താത്ത എവിടേക്കാ പോയിക്കണം? അവിടെ കാണാനില്ല. സൗദ, ഈ എന്താടി ഈ പറയണത്? ഇല്ല അമ്മ, അവിടെ എവിടെ കാണാനില്ലേ. എവിടേക്കാടി പോയത്? എനിക്കറിയോ? എനിക്കറിയില്ല. താത്ത എവിടേക്കോ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നൊരു തോന്നൽ. എന്താ ഹസീന ഈ പറയണത്? ഈ കല്യാണത്തിൻ്റെ ദിവസം എവിടേക്ക് പോണ്? പൊന്നാരമ്മ, ഓളങ്ങനെ കല്യാണം കഴിക്കുമോ? ഒരു ഭർത്താവൊക്കെ ഉള്ളല്ലേ ഓൾക്ക്? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അതെ, ഓള് പറഞ്ഞു ഇവിടെ നിൽക്കാനാവില്ല എന്ന് കരുതി പോയത് തന്നെയാണ്. ശരിക്കും? അത് കേട്ട് ഉമ്മ ഞെട്ടിപ്പോയി. എടി ഹസീന, ഇജ്ജ് പറഞ്ഞയച്ചതാണോ ഓളെ? ഞാൻ പറഞ്ഞയച്ചോന്നല്ല. അല്ലെങ്കിൽ ഇപ്പോൾ താത്തപ്പം എന്തിനാ ഇവിടെ അങ്ങ് നിൽക്കണത്? താത്താൻ്റെ പാട്ടിന് പോയിക്കൂടെ? അപ്പോൾ ഓളെ കൊണ്ടല്ലേ ഞാൻ ഓനെ കെട്ടിക്കണമെന്ന് കരുതിയത്. ഇജ്ജ് എന്തേ പറയണത്? പൊന്നാരം മങ്ങൾ താത്താനെ തരേണ്ട, താത്തക്ക് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ വേറെ വല്ല വഴി നോക്കി. ശരിക്കും? അത് കേട്ടപ്പോൾ സൗദയുടെ ഉമ്മ ഞെട്ടിത്തെറിച്ചു പോയി. എന്താണ് ഈ പറയണത്? ഇത്രയും ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടിയ അഹങ്കാരത്തോടെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ നിന്നിട്ട് എന്താ ഈ പറയണത്? ഉമ്മ, നിങ്ങളെന്താ പറയണത്? താത്ത ഇല്ലെങ്കിൽ എന്താ, തൽക്കാലം വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക, ആൾക്കാരിടയിലൊന്ന് പിടിച്ചെക്കാൻ വേണ്ടിയിട്ട്. അനിയത്തിയുടെ ഐഡിയ കേട്ട് സൗദയുടെ ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ഇജ്ജി പറഞ്ഞത്? എനിക്ക് എന്തിൻ്റെ കേടാ? ഇജ്ജ് എന്താ ഈ പറയണത്? ആൾക്കാരൊക്കെ കേൾക്കൂട്ടോ ഇപ്പോൾ. എൻ്റെ പൊന്നാരമ്മ, മറ്റു വഴികളൊന്നും ഇല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. സത്താർക്കേ വിളിക്ക്. അപ്പോഴേക്കും സത്താറിനെ ഉമ്മ വിളിച്ചു. ഹലോ, ഉമ്മ എന്തേ? പൊന്നാര സത്താറെ, സൗദനെ അവിടെ കാണില്ല. അതോടെ ഓളെവിടെ? തൽക്കാലം എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഈ ഒരു വീട്ടിലത്തെ പെണ്ണ് ചാടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കേട്ട എന്തൊരു മോശമാണ്. അതിനുള്ള ഇട വരുത്തരുത്. ആരും അറിഞ്ഞിട്ടില്ല. ഈയും ഞാനും അസീലും തന്നെ അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ സത്താറ് ആ നിമിഷം തന്നെ പറഞ്ഞു, ഉമ്മ എന്നെ വിഷമിക്കണ്ട, ഓള് ചിലപ്പം ഓൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. തൽക്കാലം ആളുകളെ വഷളാക്കണ്ട, ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു ആ ഉമ്മ. ഇതിപ്പോൾ ആകപ്പാടെ. എന്നാൽ ഹസീന പറഞ്ഞു, എന്താ ഉമ്മ?
തൽക്കാലം ഞാൻ നിന്നോളാം മണവാട്ടിയായിട്ട്, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. എന്നാൽ ഹസീനയുടെ മനസ്സിൽ സൗദ പോകണം എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. സൗദ പോയിട്ടുണ്ട്. അതെ, അത് ഹസീനയ്ക്ക് കുറേയൊക്കെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അറിയില്ല, അവൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്ന പോലെ. ഹസീന, എവിടേക്കാണ് എൻ്റെ കുട്ടി പോയത്? എവിടേക്ക് പോയാലും എന്താ അമ്മ? ഓൾക്കൊരു വീടില്ല ഇവിടെ? ഒരു വീടുണ്ടല്ലോ, ഓലെ സ്നേഹിക്കുന്ന അമ്മ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പൊയ്ക്കോട്ടെ, ഇനി നിങ്ങൾ പിടിച്ചു വെക്കണം, പൊയ്ക്കോട്ടെ. അത് പറഞ്ഞാൽ പറ്റൂലല്ലോ. എൻ്റെ കുട്ടിയുടെ ഫോൺ വരെ എൻ്റെ അടുത്താണ്. ഉമ്മ, നിങ്ങൾ ഓരോന്നിങ്ങനെ ആലോചിച്ചുണ്ടാക്കല്ലിത്. തൽക്കാലം എന്താ പ്രശ്നം? ആരൊക്കെ വന്നു തുടങ്ങി. എന്താണ്? ഒന്നുമില്ല. എന്നാൽ അവർക്ക് ബേജാറായിരുന്നു. എന്നാൽ ഹസീന പറഞ്ഞു, ഉമ്മ, ഇത്രയും ആൾക്കാരിടയിൽ നിങ്ങൾ മോശക്കാരി ആവണ്ടെങ്കിൽ എന്തെങ്കിലും വഴി കാണിച്ചോളി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു തീരുമാനം മാറുകയായിരുന്നു. ഞാൻ നിന്നോളമ്മ, തൽക്കാലം പുതിയണ്ണായിട്ട്. എന്നാൽ മണവാട്ടിയെ മാറ്റിക്കുവാൻ വന്ന ബ്യൂട്ടീഷ്യൻ, എവിടെ മണവാട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും ഹസീന പറഞ്ഞു, ഞാൻ തന്നെ മണവാട്ടി. ഇങ്ങോട്ട് വരൂ. നല്ല രീതിയിൽ മണവാട്ടി മാറ്റി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നും വകവെച്ചില്ല. അതൊക്കെ ഏത് ഡ്രസ്സാണ്? ഇതാണോ? ഓക്കെ. ആഹാ, നന്നായി ചേരുന്നുണ്ടല്ലോ. അങ്ങനെ ഹസീന അവിടെ സത്താറിൻ്റെ മണവാട്ടിയായി കോലം കിട്ടുകയാണ് എന്ന് തന്നെ പറയാം. ഹസീനയുടെ മനസ്സിലെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. അതെ, അവൾ മറ്റൊന്നും നോക്കിയില്ല. അല്ലെങ്കിലും പ്രേമം തലയ്ക്ക് പിടിച്ചാൽ മക്കളുണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ ഭാര്യയുണ്ടെന്നോ ഒന്നും നോക്കില്ലല്ലോ. അതെ, ഹസീനക്ക് ചുരുക്കി പറഞ്ഞാൽ ഭ്രാന്താവുകയായിരുന്നു സത്താറിനെ കണ്ടെത്ത്. സത്താറിൻ്റെ കൊഞ്ചലും കുഴയിലും ഓൻ്റെ സംസാരവും എല്ലാം കേട്ട് ഹസീന അതിൽ വീണു പോയിട്ടുണ്ട്. അതെ, സൗദയെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നേ തന്നെയായിരുന്നു അവളുടെ ചിന്ത. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇന്ന് ആ വീട്ടിലെ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങുന്നത് ഹസീനയാണ്. ഹസീനയെ മണവാട്ടിയാക്കി അണിയിച്ചൊരുക്കി. എല്ലാവരും മണവാട്ടിയെ കണ്ട് ഞെട്ടിപ്പോയി. അല്ല, അപ്പോൾ അതിൻ്റെ ഇത്താത്താൻ്റെ കല്യാണം എന്നല്ല പറഞ്ഞിൻ്റെ? എന്താ നിങ്ങളൊക്കെ പറഞ്ഞത്? ഇത്താത്തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ? അത് നിങ്ങളെയൊക്കെ ഒന്ന് ഞെട്ടിച്ചതാണ്. എന്നാൽ ശരിക്കും പലർക്കും അത്ഭുതം തോന്നി. ഇതിപ്പോൾ ഇങ്ങനല്ലല്ലോ പറഞ്ഞത്. എന്താ നിങ്ങളെ കഥ? എന്താ, എന്നെ കാണാൻ ഭംഗിയില്ലേ? നല്ല സുന്ദരി പെണ്ണായിട്ടുണ്ട്. എന്നാൽ അറിയാത്തവരെല്ലാം വന്നപ്പോൾ എല്ലാവരും മണവാട്ടിയെ കണ്ട്, വാവ്, സുന്ദരി പെണ്ണാണല്ലോ. എന്തൊക്കെ തന്നെയാലും വലിയ വീടും നല്ല സുന്ദരി പെണ്ണും എല്ലാം കൂടി ആയിട്ടുണ്ട്. അല്ലടി, എൻ്റെ ജ്യേഷ്ഠത്തി ഇവിടെ, താത്ത അവിടെ ഉണ്ട്. ഓനിങ്ങനെ ഡിപ്രഷനിലായിട്ട് ഓളിങ്ങനെ അവിടെ കിടക്കുകയാണ്. കുട്ടിയൊക്കെ മരിച്ചതല്ലേ. അങ്ങനെ. എന്തൊക്കെ തന്നെയാലും ഈ വീട് കാണാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല മോഡലും ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എടി, ഇതിനൊക്കെ എത്ര പൈസ ഉണ്ടാവുന്ന അല്ലേ? അതൊന്നും അറിയില്ല. ഒക്കെ ഞങ്ങൾ അളിയനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലായിട്ടുള്ളത്. ഇത്താത്ത അളിയൻ്റെ അടുത്തേക്ക് പോയിക്കണ്. അങ്ങനെ പലരോടും അവളും അത് പറഞ്ഞു നടന്നു. അങ്ങനെ സത്താറ് പുതിയാപ്പിളയായിട്ട് വരികയാണ്. അവൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട്, ആ സദസ്സിൽ വെച്ചിട്ട് ഹസീനയുടെ നിക്കാഹ് കർമ്മം നടത്തുകയാണ്. സത്താറ് അവളെ നിക്കാഹ് കഴിക്കുകയാണ്. അത് മഹർമാല ചാർത്തുവാൻ വേണ്ടിയിട്ട് സത്താർ അവളുടെ അരികിലേക്കെത്തി. എന്നാൽ ആ കാഴ്ച കണ്ട് ഷെറീന ഞെട്ടിപ്പോയി. അവൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? സൗദൻ്റെ നിക്കാഹ് എന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടിരുന്നത്? ഇതിപ്പോൾ എന്തായി? ഇതിപ്പോൾ എന്ത് സംഭവം? അത് ഷെറീന ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനൊരു കാഴ്ച കാണാൻ ഷെറീനയ്ക്ക് ഇടവന്നത്. അയ്യേ, അപ്പം ഇവർ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നോ? ഞാൻ വിചാരിച്ചു നല്ലോണമെന്ന് ഉഷാറാകാന്ന്. പുത്തൻ വീട് തറവാട്ടിൽ പോയിട്ട് കുറച്ച് വീമ്പിളക്കാന്ന് വിചാരിച്ചിരുന്നു. ഇതിപ്പോൾ ആളാകെ മാറിപ്പോയല്ലോ. അതെ, ഹസീനയുടെ കഴുത്തിൽ അവൻ മഹറണീച്ചു. പാവം സത്താറിൻ്റെ ആദ്യ ഭാര്യയും മക്കളും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട ഭർത്താവിനെ, പ്രിയപ്പെട്ട ഉപ്പച്ചിയെ കാത്തിരിക്കുകയാണ് അവർ. എന്നാൽ അതിനിടയിൽ ഇവിടെ ഇങ്ങനൊരു നിക്കാഹ് കർമ്മം, ഇങ്ങനൊരു കല്യാണം നടക്കുന്നൊന്നും അവരൊന്നും അറിഞ്ഞില്ല. എന്നാൽ അതിനിടയ്ക്കിൽ സത്താറിൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞു, സത്താറിന് കോളടിച്ചാലടാ, നല്ല കെട്ടിക്കാത്ത ചെറിയ പെണ്ണും വലിയ വീടും കാറും പിന്നെന്താ നല്ല മുതലും ഒക്കെ കിട്ടിയല്ലോ എനിക്ക്. നിനക്ക് ലോട്ടറി ഇട്ടില്ലടാ. എല്ലാവരും സത്താറിനെ കളിയാക്കുമ്പോൾ, അതെങ്ങനെയാടാ, നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ എന്താ ചെയ്യുക, എൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. ഞങ്ങളൊന്നും തീരെ കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരെ ഞങ്ങൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. എന്താടോ അതൊക്കെ, ഇതിൻ്റെയൊക്കെ ട്രിക്ക് എന്താ? അതൊക്കെ ഭാഗ്യമാണ് മോനെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കല്യാണത്തിരക്ക്
അതെ, എന്നാൽ ഹസീന നാണത്തോടു കൂടി അതാ സത്താറിൻ്റെ മുഖത്തേക്ക് നോക്കി, കൊച്ചു കൊള്ളി, നീ ആള് കൊള്ളാലോ, സത്യം പറയടി, എന്ത് സംഭവിച്ചത്? സൗദയെ നീ ഇറക്കി വിട്ടല്ലേ? നീ എങ്ങോട്ടാണ് പറഞ്ഞയച്ചത്? സ്വകാര്യത്തിൽ അവളുടെ ചെവിയിൽ അവൻ മന്ത്രിച്ചു. എന്നാൽ ഹസീന പറഞ്ഞു, സത്താർക്ക, അല്ലെങ്കിലും കുറച്ച് പ്രായമുള്ള ആൾക്കാരെയും സ്നേഹിക്കണം നല്ലതാണ്. എന്തൊക്കെ തന്നെയല്ലോ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ, എനിക്ക് ബാക്കി എന്തോ. പിന്നെ ഇത്താത്തയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്? ഇത്താത്ത ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നിന്നെയാണ്. ഇപ്പം എനിക്ക് അതെ, ഞാനായിട്ട് തന്നെ ഇത്താത്തയോട് കുറേ പറഞ്ഞു, നാണല്ലല്ലോ നിങ്ങൾക്ക്, ഇറങ്ങിപ്പോയിക്കൂടെ എങ്ങോട്ടെങ്കിലും. ആ 3 മക്കളുള്ള തന്ത്രിയാണല്ലോ കല്യാണം കഴിക്കണത്. നിങ്ങൾക്കൊന്നുമില്ലേ ഭർത്താവും കുട്ടിയില്ലായിരുന്നോ? അതൊക്കെ ഉപേക്ഷിച്ചങ്ങ് ചെയ്യാൻ പാടുണ്ടോ? കുറേ ഞാൻ പറഞ്ഞിരുന്നു, പറഞ്ഞ് ഇടങ്ങാറാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് ഇറങ്ങിപ്പോയത് തന്നെ എനിക്കും. ഇത്താത്ത എന്തൊക്കെ തന്നെയായാലും അത് നന്നായി. ഇനി ഞമ്മക്ക് സ്വസ്ഥമായിക്ക്. ഇടി പെണ്ണെ, എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സത്താർ ഒരു പുതിയാപ്പിളയെ പോലെ അവളെ കൊഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അവളാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി അവൻ്റെ കൈ പിടിക്കുകയും സംസാരിക്കുകയും ചിരിയും കളിയും. എല്ലാവരും പറഞ്ഞു, അല്ല ഓന് വേറെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്. എന്നാലും കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ, നല്ല ആരോഗ്യമുണ്ട്, ഓനെ കണ്ടാൽ അറിയാം. എന്നാലും ആ പെണ്ണില്ലേ, അതിനിപ്പോൾ എന്താ, അങ്ങനെ എത്ര ആൾക്കാർ കല്യാണം കഴിക്കണേ? അതേ സ്വന്തം വീട്ടിലത്തെ വേലക്കാരികളെ വരെ കല്യാണം കഴിക്കണ ആൾക്കാരില്ലേ, കുട്ടികളും മക്കളുള്ളവർ. അതേപോലെ കരുതിയാൽ മതി. എന്തായാലും ഓനെ രക്ഷപ്പെട്ട്, ഓനക്ക് നല്ല ലോട്ടറിയാണ്, തിരക്കടില്ല. ഓനാണല്ലോ അവിടെ ഒരു ആണായിട്ടുള്ളത്. ശരിക്കും അതെ, സത്താറിന് അതൊരു ലോട്ടറി തന്നെയായിരുന്നു. അതെ, ഒരുത്തിയുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വീടും ആ ഒരു തോട്ടവും വാഹനവും അതെല്ലാം തനിക്ക് വേണ്ടി ദാനമായി കിട്ടിയ പോലെയാണ് ഇപ്പോൾ സത്താറിൻ്റെ ഭാവം. എന്നാൽ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട്. കാരണം സൗദിയെക്കുറിച്ചോർത്ത്. ഹസീന മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന അവളെ ഉമ്മ വീണ്ടും വിളിച്ച്, എന്തെങ്ങൾക്ക്? ഹസീന പറയടി, എൻ്റെ മോളെവിടെ? എൻ്റെ മോളെടുക്ക പോയത്? എൻ്റെ പൊന്നാരമ്മ, എനിക്കറിയോ നിങ്ങളെ മോളെടുക്ക പോയതെന്നുള്ളത്. ഹസീന, അനക്കെല്ലാം അറിയാൻ തോന്നുന്നുണ്ട്. എൻ്റെ മുഖത്ത് അല്പം പോലും സങ്കടമില്ലല്ലോ. എന്താ ഇമ്മാൻ്റെ കഥ? പിന്നെ എന്താടി, ഇജ് വേഗം ഓനക്ക് മുന്നേ കണ്ട് കൗത്ത് നീട്ടി കൊടുത്തിക്കണല്ലോ. ഇജ് പറഞ്ഞല്ലോ പെട്ടെന്ന് ആൾക്കാരറിയണതിന് മുമ്പ് വേറെന്തെങ്കിലും ആക്കിക്കോളിന്ന്. അങ്ങനെ ആർക്കെങ്കിലും ആക്കാൻ കഴിയോ? അനക്ക് എങ്ങനെ ഇത് ഉറച്ചു? ശരിക്കും കുഞ്ഞിക്കതിയാത്ത അവളോട് ചോദിക്കുന്നത് കേട്ട് ഹസീന പറഞ്ഞു, ഒരു സമാധാനം തരാത്തൊരു സാധനം. ഇഷ്ടപ്പെട്ടൊരാണിൻ്റെ കൂടെ ജീവിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ. ഇപ്പം നിക്കാഹും കഴിഞ്ഞു, മഹറും ചാർത്തി, ഇനിയിപ്പോൾ എന്തിൻ്റെ കേടാ? ഉമ്മയെ അവൾ ദേഷ്യത്തോടെ നോക്കി. ഹസീന, ഇജി എനിക്ക് സമാധാനമല്ല, എൻ്റെ കുട്ടി എവിടേക്ക് പോയത്? ഈ പറയും, നിങ്ങളല്ലേ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നത്? അങ്ങോട്ട് പോയിട്ടുണ്ടാവും, അല്ല അപ്പം എന്താ? എനിക്കൊന്നും അറിയില്ലേ. ഹസീന കളവ് പറയണ്ട, എൻ്റെ മോൾ ഇവിടെ പറയും. ഉമ്മ അതാ പുത്തൻവീട് തറവാട്ടിക്കയറ്റ് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഇനി അവിടെ പോയി തരാനും നിൽക്കണ്ട, അത് എവിടേക്കും പോയിക്കോട്ടെ, അതിനെന്താ? എടി, ഓളെ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ, അധികം മറക്കണ്ട. എൻ്റെ പൊന്നാരുമ്മ, ആളുകൾ കേൾക്കും, നിങ്ങൾ ഈ ദിവസമാണിത് പറയുന്നത്. എന്നാൽ ആ ദിവസം ഉമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. എൻ്റെ മോൾ എവിടേക്ക് പോയി എന്നൊന്നും ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നില്ല. എന്നാൽ സത്താറും ഹസീനയും നല്ല കൊഞ്ചലും ചിരിയും കളിയുമാണ്. വിവാഹം കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങി. എന്നാലും പലരും പറയുന്നത്, അതെ പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടേന്, അഞ്ചത്തിനെ കാട്ടിക്കാണ്ട് ഏട്ടത്തിനെ കെട്ടിച്ചു. ഇതിപ്പോൾ നേരെ തിരിച്ചാണ്, ഏട്ടത്തിനെ കല്യാണം പറഞ്ഞുകാണ്ട് അഞ്ചത്തിനെ കെട്ടിച്ചു. അതേപോലെ ഇപ്പോൾ തരക്കടില്ല. ഏതായാലും ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. എന്നാൽ സൗദിയുടെ ഉമ്മക്ക് മാത്രം സമാധാനം ഉണ്ടായിരുന്നില്ല. എവിടെ ഞാൻ പറയാം, എനിക്കറിയില്ല, എവിടെയും പറയാൻ പറ്റൂല. കാരണം ഞാനായിട്ട് തന്നെയാണ് ഇതിനൊരുങ്ങിയത്. ഇപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത് എനിക്കറിയണില്ല. അതെ, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഹസീനയും സത്താറും സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് അവർ നടക്കുകയാണ്. എന്നാൽ ഉമ്മ ഒരു നിമിഷം ആ ഒരു രംഗം കണ്ടു. അതെ, ഇത്രമാത്രം ഒരു ജ്യേഷ്ഠത്തിൽ പോയ അല്ലെങ്കിൽ ഓളെ കാണാനില്ലെന്നോ ആ ഒരു സങ്കടം പോലും ഹസീനയ്ക്കില്ലല്ലോ. എന്നാൽ അതുവരേക്കും നവാസിനെയും പുത്തൻവീട് തറവാട്ടുകാരെയും കുറ്റം പറഞ്ഞിരുന്ന സൗദിയുടെ ഉമ്മ ആ ദിവസം പൊട്ടി കരയുകയായിരുന്നു. അത് തൻ്റെ മോൾ നഷ്ടപ്പെട്ട ആ ഒരു വേദന
എങ്ങോട്ട് പോയി എന്നറിയുന്നില്ല. എന്നാൽ തൻ്റെ രണ്ടാമത്തെ മകൾ ഭയങ്കര ചിരിയും കളിയും, അതെ, അവനും കൂടി ആയപ്പോൾ അവർ എല്ലാം മതിമറന്ന് ജീവിക്കുന്നു. സ്വന്തം ഇത്താത്ത എങ്ങോട്ട് പോയി എന്നോ ഒന്നും അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ ഒന്നിനും നിൽക്കുവാനോ കൂട്ടാക്കാതെ അവർ അവരുടേതായ ലോകത്തേക്ക് പോയിരിക്കുകയാണ്. ശരിക്കും ഉമ്മക്ക് അന്ന് കരയേണ്ടി വന്നു. മോളെ സൗദ, ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഉമ്മാൻ്റെ കുട്ടീനെ ഫോണൊക്കെ ഞാൻ തരാം. അതെ, ഈ എവിടെ ഒന്ന് പറഞ്ഞാൽ മതി. അതെ, കുഞ്ഞിക്കതിയത്താക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു അന്ന് വന്നത്. അതുവരേക്കും സത്താറിന് തലയിൽ വെച്ച് അതെ അവനൊരുപാട് പ്രശംസിച്ച് നടന്നിരുന്ന സൗദയുടെ ഉമ്മ അന്ന് സത്താറിൻ്റെ കാര്യത്തിലും അവർക്ക് ചെറിയൊരു സങ്കടമുണ്ടായി. മറ്റൊന്നുമല്ല, സത്താറിന് പോലും എൻ്റെ മോള് പോയിട്ട് ഒരു വിഷമമില്ല എൻ്റെ മോളെ കാണാതായിട്ട്. എന്നെ ഇവരൊക്കെ ചതിക്കുകയായിരുന്നോ? ഇവരെന്തൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നോ എന്നൊന്നും കുഞ്ഞിക്കതിയത്ത് അറിഞ്ഞില്ല. അത് ഇത്ര വലിയ വീട്, കാറ്, സ്ഥലം, വരുമാനം എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ മോള് പോയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. അതെ, ഞാൻ പറഞ്ഞ് നിർബന്ധിച്ച് കെട്ടിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയാലും ഓൾ ഇവിടെ നിൽക്കണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനായിട്ട് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ കാര് മാറിയത് ഞാൻ അറിഞ്ഞില്ല. അതെ, ഹസീന ഓൾ എൻ്റെ മോളാണ്, ശരിയാണ്. പക്ഷേ ഓളുടെയൊക്കെ മനസ്സ് എന്തായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത്. അതെ, കുഞ്ഞിക്കതിയാത്തിയും അവിടെ ചതിക്കപ്പെട്ടിരിക്കുന്നു. സത്താറും ഹസീനയും ഒരു ഒത്തുകളിയുണ്ടോ എന്നുവരെ അവർ സംശയിച്ചു. എന്നാൽ ഈ സമയം ഉമ്മ, എന്തൊക്കെയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണേ? ഞങ്ങളെ കല്യാണത്തിന് ദിവസമായിട്ട് അതെ കുറച്ച് പാല് കാച്ചിക്കൊണ്ടിരി. എന്നാൽ തൻ്റെ മകളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി. ഉമ്മയോട് ഇത്രയധികം ഇങ്ങനെ പറയേ? അസീന, എന്തിനാടി എൻ്റെ കുട്ടിനെ നിങ്ങളെല്ലാവരും കൂടി? അത് പറഞ്ഞ് സൗദയുടെ ഉമ്മ പൊട്ടിക്കരയുകയായിരുന്നു. എന്താ ഉമ്മ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? നിങ്ങളെ മോളൊടുക്കാൻ പോയതിന് പിന്നെയാണോ പറയാ? ഞങ്ങളുടെ ജീവിതം കൂടി നിങ്ങൾക്ക് നശിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഏതായാലും താത്താൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു, ഇനിയിപ്പോൾ ഞങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കണോ? ഹസീനയുടെ വാക്ക് കേട്ട് സൗദയുടെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.